ഫ്രണ്ട്സ് 3000 മുതൽ 25,000 രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു NBFC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലോൺ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എലിജിബിലിറ്റി ഡോക്യുമെന്റ്സ് അതുപോലെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാക്സിമം 25,000 രൂപ വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 306 മാസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ. പ്രോസസിംഗ് ഫീ ആയിട്ട് 200 മുതൽ 600 രൂപ വരെ ഈടാക്കാറുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം 20% to 50%. ആനുവൽ ഇൻട്രസ്റ്റ് ആണ് ഇവർ പറയുന്നത്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിൽ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ്റെ പേരെന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക, ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുക. അതിൽ അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ അതുപോലെ OTP കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരും. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. അതിന് ആദ്യം കോൺടാക്ട് ഡീറ്റെയിൽസ്, പിൻകോഡ്, അതുപോലെ സിറ്റി, സ്റ്റേറ്റ്, നമ്മുടെ അഡ്രസ്സ്, അതുപോലെ നമ്മുടെ വീടിൻ്റെ ഓണർഷിപ്പ്, അതായത് റെൻ്റ് ആണെങ്കിൽ റെൻ്റ്, ഓൺഡ് ആണെങ്കിൽ ഓൺഡ്, അങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കും. ലോൺ ഡീറ്റെയിൽസ് അവർ ചോദിക്കും, എത്ര രൂപയാണ് വേണ്ടതെന്നാണ്. അപ്പോൾ 25,000 ആണെങ്കിൽ 25,000 എടുക്കുക, 10,000 ആണെങ്കിൽ 10,000 എടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. അതിനുശേഷം അവിടെ പർപ്പസ് എന്നുള്ള അവിടെ നിങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ലോൺ എടുക്കുന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാനോട് ജസ്റ്റ് മെഡിക്കൽ എക്സ്പെൻസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ മെഡിക്കൽ എക്സ്പെൻസിന് കൊടുക്കുന്നുണ്ട് ജസ്റ്റ്. അതിനുശേഷം ടെന്യൂർ, എത്ര മാസമാണ് തിരിച്ചടവ്, 6 മാസമാണ് അവർ മാക്സിമം പറയുന്നത്. അപ്പോൾ 6 മാസം കൊടുക്കുക. ഓക്കെ, 6 മാസം കൊടുക്കുക. അതിനുശേഷം EMI ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് മന്ത്ലി ആണ്, മാസമാണ് EMI അളവ് കാര്യങ്ങളൊക്കെ വരിക. മന്ത്ലി കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1 ടൈം പാസ്വേഡ്, നമ്മുടെ സിബിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരു 1 ടൈം പാസ്വേഡ് വരും. അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. അടുത്തതായി KYC ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പ്രൊസീഡ് ടു KYC കൊടുത്തതിന് ശേഷം നമ്മുടെ സെൽഫി അതുപോലെ പാൻ കാർഡും അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. പിന്നീട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ്, IFSC കോഡ് ഡീറ്റെയിൽസ് കൊടുത്ത് എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഒന്ന് വെരിഫൈ ആവുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം തന്നെ ബാങ്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത് ഓക്കെ കൊടുക്കും. നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യാനാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പാസ്ബുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാനാണ്. അപ്പം ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക്, ഇത്തരം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിനുശേഷം സാങ്ഷൻ ലെറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്, ലോൺ അപ്രൂവൽ ആയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം ആ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് കൊടുത്ത് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് എന്നുള്ള ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഒന്ന് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എമൗണ്ട് ഡിസ്പേഴ്സലാണ്. ഏകദേശം 1 അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്.